മണിക്കൂറുകൾ നീണ്ടുന്ന മഴയിൽ കോഴിക്കോട് നഗരം വെള്ളത്തിലായി. രാവിലെ പെയ്ത മഴയിൽ സെൻട്രൽ മാർക്കറ്റ്, KSRTC, ചിന്താവളപ്പ് എന്നീ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഉച്ചയോടെ മഴ ശമിച്ചപ്പോഴാണ് വെള്ളക്കെട്ടും കുറഞ്ഞത്. കോഴിക്കോട് നഗരത്തിൽ ഇന്ന് പുലർച്ചെ മുതൽ പെയ്തത് കനത്ത മഴയാണ്. രാവിലെ 10 മണിയാകും വരെ കനത്ത മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മഴ പെയ്തതോടെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. കോഴിക്കോട്ടെ സ്റ്റേഡിയം ജംഗ്ഷനിന്റെ ഭാഗം വെള്ളത്തിനടിയിലായതോടെ അതുവഴി നടന്നു പോകാൻ പോലും പലരും ബുദ്ധിമുട്ടി. അടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, ഓഫീസുകളിലേക്കൊക്കെ ആളുകൾ പോകാൻ വളരെ ബുദ്ധിമുട്ടിയെന്ന് മാത്രമല്ല, ഫുട്പാത്തിലടക്കം വെള്ളം കയറിയതോടുകൂടി നടക്കുന്നത് പോലും പ്രയാസമായിരുന്നു. വെള്ളത്തിന്റെ അളവ് കൂടിയതോടുകൂടി റോഡിലൂടെ പോകുന്ന ഉയരം കുറഞ്ഞ വാഹനങ്ങൾക്കും അത് പ്രതിസന്ധിയാവുകയും ചെയ്തു. അവിടുന്ന് മുതൽ നല്ല വെള്ളമുണ്ട്. ബുദ്ധിമുട്ട് കുഴപ്പമില്ല, പക്ഷെ അവിടെയൊക്കെ ഇത് സ്ലാബ് ഇളകിയതിനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ പ്രാവശ്യം മഴ വരുമ്പോൾ ഈ ലെങ്ത് വരെ നമുക്ക് വെള്ളം ഈ ഭാഗത്ത് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. നടക്കാൻ കഴിയാത്ത അവസ്ഥ. തുണിയെടുത്തോണ്ട് രക്ഷപ്പെട്ടു. കോഴിക്കോട്ടെ സെൻട്രൽ മാർക്കറ്റിലും KSRTC ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തും സമാന സ്ഥിതിയായിരുന്നു. വെള്ളം മൂടിയതോടുകൂടി അതുവഴിയുള്ള യാത്ര ദുസ്സഹമായി. കാൽനട യാത്രക്കാരും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടുകയും ചെയ്തു. ഓറഞ്ച് അലേർട്ടാണ്. അതിനനുസൃതമായി അതിശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. ടൗണിൽ തന്നെ സെൻട്രൽ മാർക്കറ്റിന് മുൻവശത്തെ റോഡാണ്. മഴ അടിച്ചു പൊളി മഴയാണ്. 1 മണിക്കൂറായി ഞാൻ 10 കിലോമീറ്റർ വണ്ടി ഓട്ടി ഇവിടെ എത്തായി. ഇരുചക്ര വാഹനങ്ങൾ ഉള്ളവർക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. മഴയുടെ ശക്തി കുറഞ്ഞില്ല എങ്കിൽ ഈ വെള്ളക്കെട്ട് ഇതുപോലെ തന്നെ തുടർന്ന് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സെൻട്രൽ മാർക്കറ്റിന് മുൻപിൽ കുറച്ചും കൂടെ അധികം വെള്ളമുണ്ട്. സ്റ്റേഡിയം ജംഗ്ഷനിൽ വെള്ളക്കെട്ടുണ്ട്. അവിടെ ഇരുചക്ര വാഹനങ്ങൾക്കടക്കം ചെറിയ പ്രയാസം നേരിടുന്നുണ്ട്. എപ്പോൾ മഴ പെയ്താലും കോഴിക്കോട് നഗരത്തിന്റെ സ്ഥിരം കാഴ്ചയാണ് ഇങ്ങനെ പെട്ടെന്ന് വെള്ളം കയറുന്നതും കടകളിലേക്കടക്കം വെള്ളം ഇരച്ചെത്തുന്നതും. എന്തായാലും മഴക്ക് അല്പം ശമനമുണ്ടെന്ന് പറയാം. മഴ തുടരുന്ന സാഹചര്യത്തിൽ നഗരത്തിലെത്തുന്ന എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.